നമസ്കാരം. ഏതായാലും ഞങ്ങൾ വന്നത് വെറുതെ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനോക്കുലം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഗ്രികൾച്ചറിൽ അതിഥികളായി എത്തിയത് രാമപുരം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും അവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വിഇഒയും അടങ്ങുന്ന സംഘമാണ്. അവർ ഖരമാലിന്യ സംസ്കരണം എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെപ്പറ്റി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും ഇനോക്കുലം നിർമ്മാണത്തിൻ്റെ ട്രെയിനിങ്ങിനുമായിട്ടാണ് നമ്മളുടെ സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എത്തിച്ചേർന്നത്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ആദ്യമായിട്ട് ഞാനൊരു സ്വാഗതം പറയുകയാണ്. അവർക്ക് നമസ്കാരം. ഞങ്ങൾ രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു 3500 കുടുംബങ്ങളുള്ളതിൽ 520ഓളം കുടുംബങ്ങൾ ബയോഡൈജസ്റ്ററിന് ഉപയോഗിക്കുന്നുണ്ട്. അവരിലേക്ക് ആവശ്യമുള്ള ഇനോക്കുലം നിലവിൽ ഞങ്ങൾ പുറമേ നിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു 3-4 മാസത്തേക്ക് ഒരു അത്യാവശ്യം ഞങ്ങളൊരു 100 ലോഡ് വീതമുള്ളതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ഇവർക്ക് എന്തെങ്കിലും ഒരു അധിക വരുമാന വർധന എന്ന രീതിയിൽ ആലോചിച്ചപ്പോൾ ഞങ്ങൾ പല ട്രെയിനിങ്ങുകളും കൊടുത്തു. അവർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ദുർഗ മാഡം അതുവഴി വന്നതും. അപ്പൊ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നോക്കിയിരിക്കുവായിരുന്നു. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഇര പിടിക്കുന്ന ഒരു ഇതിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ദുർഗ മാഡം വന്ന് അവിടെ പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ. അതായത് ഇവിടെ ഖരമാലിന്യ സംസ്കരണ രംഗത്താണെങ്കിലും ദേവമാലിന്യ സംസ്കരണ രംഗത്താണെങ്കിലും നമ്മുടെ ജൈവ പച്ചക്കറി കൃഷിയിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മാഡം ഇങ്ങനെ കുറെ വിശദീകരിച്ച് പറഞ്ഞപ്പോ അന്നേരം എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഹരിതകർമ്മ സേനനെ ഇവിടെ കൊണ്ടുവന്നുകൂടാ. അങ്ങനെ ഞങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് ഇനോക്കുലം നിർമ്മാണം എന്ന പദ്ധതി വെക്കുകയും ഇത് കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്താൻ സാധിച്ചത് ഇപ്പോഴാണ്. കുറെ ആഗ്രഹിച്ചതാണ്, അത് വരണം എന്ന് വിചാരിച്ചു. എന്തായാലും അത് വന്നു. അപ്പോ ഞങ്ങൾ ഇനി എന്താ പറയാ, പഞ്ചായത്ത് തലത്തിലും ഖരമാലിന്യ സംസ്കരണ രംഗത്തും ഇവർക്ക് അധിക വരുമാന വർധനവിലും ഇതേറെ പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലായി. ഇവിടെ വന്നപ്പോ തന്നെ നല്ലൊരു അന്തരീക്ഷം, കുറെ അധികം കാര്യങ്ങൾ ഉണ്ടെന്ന് സാറ് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ നമുക്ക് പഞ്ചായത്തിലേക്ക് വേണ്ടുന്ന മാലിന്യ സംസ്കരണ രംഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വളം നിർമ്മിക്കുന്നതിന്റെ ആയാലും ചെറിയ ചെറിയ നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള മെഷീനറീസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഇതെല്ലാം കാണണം. ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്ന ദുർഗാ മാഡത്തിനും രഞ്ജിത് സാറ്, ശിവദാസ് സാറ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദിയും കൂടെ അറിയിക്കുവാണ് ഈ അവസരത്തിൽ. ഓക്കെ, താങ്ക് യു. ഇതിപ്പോ 1 ലിറ്ററിന്റെ അത് ഈ പാത്രത്തിനകത്ത് ഇപ്പൊ 1 ലിറ്റർ ചകിരിച്ചോറുണ്ട്. ഈ ചകിരിച്ചോറിന്റെ മോയ്സ്ചർ ആണ് നമ്മൾ ഈ അളക്കുന്നത്. ഇതിനകത്ത് എത്രത്തോളം വെള്ളത്തിന്റെ അളവുണ്ടെന്നുള്ളതാണ് നമ്മൾ അളക്കുന്നത്. ഇതിനകത്ത് 1 ലിറ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 270 ഗ്രാമാണ്. ഇതിനകത്ത് മാക്സിമം നമുക്ക് വരാൻ പറ്റുന്ന ലിറ്റർ വെയിറ്റ് എന്ന് പറയുന്നത് 300 ഗ്രാമാണ്. അതായത് നമ്മളിത് കൾച്ചർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തൂക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഇത് 300 ഗ്രാം വെയിറ്റേ ഉണ്ടാകാൻ പാടുള്ളൂ. നമുക്ക് കുഴപ്പമില്ല. ഒരു ദിവസം 1000 കിലോ ആണെങ്കിൽ നമുക്ക് ഇത് ഇടാനായിട്ട് ഒരുപാട് സ്പേസ് വേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചൊരു മെഷീനാണ്, ഞങ്ങളുടെ തന്നെ ഇൻവെൻഷനാണ്, കണ്ടുപിടിച്ചൊരു മെഷീനാണ് ഏത് ക്രഷർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന മെഷീനകത്ത് നമുക്ക് കൺവെയർ ബെൽറ്റ് ഉണ്ട്. അപ്പൊ അത് ബെൽറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് വെച്ചാൽ അത് ഫിറ്റ് ചെയ്യും. അത് നമ്മൾ ഇത്രയും നീളത്തിൽ കൺവെയർ ബെൽറ്റ് ഉണ്ടാവും. നമ്മൾ കൺവെയർ ബെൽറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം അത് നേരെ അവിടെ പോയിക്കോളും. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത്തിരി പൊടിയൊക്കെ വീഴും, നമ്മൾ മേലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. 50 രൂപയ്ക്ക് വീടുകളിൽ മേടിച്ച് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ എയർ സർക്കുലേഷൻ കിട്ടും സാധനം. വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന സാധനം. ഇനി മുകളിൽ വെച്ച് 2, 3, 4 മുകളിലേക്കും വെക്കാം. അല്ലെ, ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കാൻ എത്രയൊക്കെയാണ് ഞാൻ വീട്ടിൽ ഇപ്പോഴാണ് വയ്ക്കുന്നത്. എത്ര 4 വരെ വെച്ച് ഇതുപോലെ പിന്നുണ്ടെങ്കിലും നമുക്ക് ബൾക്കായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനകത്തേക്ക് നമ്മുടെ വേസ്റ്റ് ഇടുക, അതിന് കൂടെ കുറച്ച് പൗഡർ ഇടുക, എഡിറ്റ് ചെയ്യും കേട്ടോ. ഇട്ട് കാണിച്ചത് ഒന്ന് നിസ്സാരമായിട്ട് ഇട്ടാൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ ആരും അറിഞ്ഞില്ല എങ്ങനെ വേസ്റ്റോ ഡീകമ്പോസ് തരും. അതുമൂലം മണം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതുപോലെ പൊടിച്ച സാധനം ഇതിനകത്തേക്ക് ഇടുക. കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഞങ്ങൾ വന്നത് വെറുതെ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനോക്കുലം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പഠിച്ചു. അത് പ്രാവർത്തികമാകാൻ എളുപ്പമാണ്. തൽക്കാലം അത് ചെയ്യാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നു. കാരണം സാങ്കേതിക ഉപദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് മാഡമൊക്കെ തരണം.
ഏതായാലും ഇതിനൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. വന്ന എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ട്രെയിനിങ്ങിന് ശേഷം മടങ്ങിയത്. അവർ വെറുങ്കയോടെ അല്ല പോയത്. അവർക്ക് ആവശ്യമുള്ള ഇനോക്കുലവും വളവും കൾച്ചറും ഒക്കെ വാങ്ങിയാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇതൊരു വളരെ നല്ല ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സഹായിച്ചത് രാമപുരം പഞ്ചായത്തിലെ VO മാഡമാണ്. ഇനി എങ്ങോട്ടാ പോണ്ടേ?